അതിജീവിച്ച് നമ്മുടെ സഹോദരങ്ങളായ ഡ്രൈവർമാർ ഓരോ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അതിസാഹസികമായി ഓരോ സ്ഥലങ്ങളിൽ ഓട്ടം പോവുകയാണ്. നമ്മൾ ആരെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ഓട്ടം വിളിച്ച് ഒരു ഡ്രൈവറെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്നു. ടൂറിസ്റ്റുകളായിരിക്കാം. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി ഇവർ ഇരുന്ന ഇരിപ്പിൽ മണിക്കൂറുകളോളം നടു പൊട്ടിക്കഴിച്ച് യാത്ര ചെയ്ത് നമ്മളവിടെ കൊണ്ടെത്തിക്കുന്നു. ഈ റിസോർട്ടുകളിലോ മറ്റു സങ്കേതങ്ങളിലും നമ്മൾ എത്തിച്ചതിന് ശേഷം നമ്മൾ അങ്ങ് കയറി ഓട്ടം വന്നു അവരങ്ങ് കയറി പോകുന്നു. അതേപോലെ മറ്റുള്ള ഈ ഡ്രൈവർമാർ ഭക്ഷണം കഴിച്ചോ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യമുണ്ടോ, എന്താണ് ഇതിനെക്കുറിച്ച് കയ്യിൽ പൈസയുണ്ടോ, ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇത്രയും നികൃഷ്ടമായ അല്ലെങ്കിൽ തരം താഴ്ന്ന ഒരു ജോലിക്കാരായിട്ടാണ് നമ്മളിൽ പല ആൾക്കാരും ഈ ഡ്രൈവർമാരെ കണ്ടെത്തുന്നത്. പക്ഷേ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ അവരുടെ കരങ്ങളിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവരൊന്ന് ഉറങ്ങിപ്പോയാലോ, ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ് പോയാൽ, അല്ലെങ്കിൽ അവരുടെ പ്രഷർ താന്നു പോവുമോ, ഷുഗർ താന്നു പോവുമോ, ഒരു അറ്റാക്ക് ഉണ്ടാകുമോ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ ജീവൻ പോലും അപത്തിലേക്ക് എത്തിച്ചേരും. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഷുഗർ താന്നുപോയി ബസ് ഇടിച്ച് കയറി അദ്ദേഹം മരണപ്പെടാനിടയായി. നമ്മുടെ ഈ സമീപ പ്രദേശത്താണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അദ്ദേഹത്തിന് ഒരു ഇൻഷുറൻസോ യാതൊരു വിധമായ പരിഗണനകളോ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പൊതുമേഖലാ സംവിധാനത്തിലോ അവർക്ക് ഏർപ്പെടുത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ ജാതി സമ്പ്രദായങ്ങളിൽ എല്ലാവർക്കും സംവരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ പൊരിവെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമ്മളെയൊക്കെ ഓരോ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർക്കാൻ പറ്റുന്ന ഈ ഡ്രൈവർമാർക്ക് അവരുടെ കുടുംബം, നമ്മൾ വിചാരിക്കണം അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമായി അവർ ജീവിക്കുന്നു. ആ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും പോറ്റാൻ വേണ്ടിയാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ഇത്രയും വളരെ ശാരീരികമായ അസ്വസ്ഥതകൾ പോലും അനുഭവിച്ച് ഇന്ന് മുന്നോട്ടിറങ്ങുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇതുള്ളൂ, ഈ കൂട്ടായ പ്രയത്നത്തിലൂടെ ഇവർക്ക് ഒരു ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും അവരുടെ കുടുംബത്തെ പിൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷനിലൂടെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ആ കുടുംബത്തിലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ സംവിധാനങ്ങളും മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ച് അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.